കേറ്റ് സ്റ്റീവൻസ് ഇന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? പഴയ കേറ്റ് സ്റ്റീവൻസ് ഇന്ന് യൂസുഫുൽ ഇസ്ലാം എന്ന പേരില് എന്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പോയിട്ട് ഇങ്ങനെ സൈറ്റ് തെരഞ്ഞു പോകുമ്പോൾ, ഏതെങ്കിലും സിനിമാ നടിയുടെ സൈറ്റിലെത്തുമ്പോൾ, ഏതെങ്കിലും നഗ്ന ശരീരം പ്രകടിപ്പിക്കുന്നവരുടെ സൈറ്റിലെത്തുമ്പോൾ, അവിടെ നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ആസ്വദിക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, നരമ്പ് രോഗം മാറ്റിവെക്കുക മക്കളെ. എന്നിട്ട് നിങ്ങൾ പോവുക യൂസുഫുൽ ഇസ്ലാമിന്റെ സൈറ്റിലേക്ക് പോവുക. യൂസുഫുൽ ഇസ്ലാം പഴയ കേറ്റ് സ്റ്റീവൻസ് ആയിരുന്നു എന്നറിയുക. എന്നിട്ട് ആ കേറ്റ് സ്റ്റീവൻസ് എന്ന യൂസുഫുൽ ഇസ്ലാം ഇന്ന് വിശുദ്ധ ഖുർആന്റെ പ്രബോധനത്തിന് വേണ്ടി ലോകം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയുക. അദ്ദേഹത്തിന്റെ കർണാനന്ദകരമായ ശബ്ദത്തിൽ ഓതിയ വിശുദ്ധ ഖുർആൻ അങ്ങനെ കേൾക്കുക. അദ്ദേഹം ഖുർആൻ റിസർച്ച് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നതിനെ പറ്റി പഠിക്കുക. ഇങ്ങനെ ലോകം നിങ്ങൾക്കറിയുമോ? രാത്രിയിൽ നിങ്ങൾ പോയിട്ട് പാതിരാത്രികളെ ചൂടുപിടിപ്പിക്കുന്ന ചാനലുകളിൽ നിങ്ങൾ റിമോട്ട് അടിച്ചടിച്ചു പോയി നിൽക്കല്ലേ മക്കളെ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പീസ് ടിവി കിട്ടുന്ന, പീസ് ടിവി ജാക്കിർ നായിക്കിന്റെ പീസ് ടിവി കിട്ടുന്ന ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കും മക്കളെ. എന്നിട്ട് പീസ് ടിവിയിലേക്ക് നിങ്ങൾ പോവുക. ഓരോ ദിവസവും നിങ്ങൾക്ക് കാണാൻ കഴിയും വിശുദ്ധ ഇസ്ലാം ആശ്ലേഷിച്ച നിരവധി അമേരിക്കക്കാര്, നിരവധി ഫിലിപ്പൈൻസുകാര്, നിരവധി ആഫ്രിക്കക്കാര്, ഓസ്ട്രേലിയക്കാര്, ഇസ്ലാം സ്വീകരിച്ചവരിങ്ങനെ വന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമായി എന്ന്, ഞാൻ എന്താണ് ഖുർആനിൽ എന്റെ മനസ്സിനെ സ്വാധീനിച്ചതെന്ന് പറയുന്നത് കേൾക്കുക മക്കളെ. അങ്ങനെ ഖുർആനെ പറ്റി അറിയുക മക്കളെ.